നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇന്ന് ഞാൻ കീബോർഡിൽ ഒരു രാഗം വായിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു കീബോർഡ് അല്ലെങ്കിൽ ഹാർമോണിയം എന്തെങ്കിലും ഉണ്ടാകാം. അപ്പം കനകാംഗി എന്നൊരു രാഗമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. കനകാംഗി മേളകർത്ത ചാർട്ടിൽ അല്ലെങ്കിൽ മേലകർത്ത പദ്ധതിയിലെ ആദ്യത്തെ രാഗമാണ് കനകാംഗി. അപ്പം ഈ രാഗത്തെക്കുറിച്ചൊക്കെ വിശദമായിട്ട് ഓരോ ക്ലാസ്സിൽ ഇനി ഞാൻ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മേളകർത്തയിൽ ആദ്യത്തെ രാഗം കനകാംഗി രാഗം എന്ന് നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ കീബോർഡിൽ വായിക്കാം അല്ലെങ്കിൽ ഹാർമോണിയത്തെ വായിക്കാം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ഇന്ന് നോക്കാം. അതുപോലെ അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ സി, സി ഷാർപ്പ്, ഡി, സരി ഗ, ഇത് എഫ്, വാ, ജി, പാ, എ, സി. ഇതാണ് എന്ന് പറഞ്ഞാൽ സരി ഗ വാ പ ധ നി സ സ നി കാണിക്കാം. സരി ഗ മ പ ധ നി സ സ നി. ഇത് ശുദ്ധ നിഷാദം എന്ന് പറയും. ശുദ്ധ നിഷാദം. സ നി ദ അപ്പോൾ ഇതിൻ്റെ കർണാട്ടിക രീതിയിൽ ഷഡ്ജം, ശുദ്ധ ഋഷഭം, ശുദ്ധഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, ശുദ്ധനിഷാദം, ഷഡ്ജം. ഇതാണ് കർണാട്ടിക് രീതിയിൽ പറയുവാണെങ്കിൽ ഇതിൻ്റെ പേര്. ഷഡ്ജം, ശുദ്ധഋഷഭം, ശുദ്ധഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, ശുദ്ധനിഷാദം, ഷഡ്ജം. സരി ഗ മ പ ധ നി സ സ നി ധ പ മ ഗ രി സ സരി ഗ രി സ പ ധ
മമദമ മമദമദനീത പമ മപമഗരേസ. ഇങ്ങനെ നമുക്ക് സ്വരങ്ങൾ അതൊക്കെ വളരെ സൂക്ഷിച്ച് പാടി എടുക്കാൻ പറ്റുന്ന ഒരു രാഗമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഋഷഭവും ഇതിൻ്റെ ഗാന്ധാരവും ദൈവത്തിനും നിഷാദത്തിനും മാറ്റമുണ്ട്. സഞ്ചാരങ്ങൾ ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ ഒത്തിരിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രാഗം ഇങ്ങനെ നിങ്ങളൊന്ന് വായിച്ച് പഠിക്കുക, കനകാംഗി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ഒരു രാഗം പഠിക്കുക. അപ്പോൾ അതിൻ്റെ സഞ്ചാരങ്ങളും അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കുക. അതുവരെ നന്ദി, നമസ്കാരം.